KSRTC ഓർഡിനറി ബസ്സുകളിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്ന 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സ്വകാര്യ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കുന്നതിനുമുള്ള സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രതീകമാണ് ഈ സൗജന്യ യാത്രാ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത മന്ത്രി CP ജോൺ സംസ്ഥാനത്തെ 3125 ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യമായി യാത്ര ചെയ്യാമെന്നറിയിച്ചു. സൗജന്യ യാത്രയുടെ ആദ്യ സീറോ വാല്യൂ ടിക്കറ്റ് കൈമാറിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വനിതാ യാത്രക്കാരും പങ്കെടുത്ത ആദ്യ യാത്രാ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെട്ടു. വഴിനീളെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ബസ്സിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.